നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് നമുക്ക് നമ്മളുടെ ഫേവറേറ്റ്, അതായത് ഫീമെയിലിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഒരു ടോപ്പിക് ആയാലോ. ഫീമെയിൽ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെയിൽസിനെ അപേക്ഷിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു ഫീമെയിൽ ആയിരിക്കും അല്ലേ. മിക്കവാറും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാത്തതും ഫീമെയിൽസ് തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവരും സ്കിപ്പിങ് ആയിരിക്കും ഫീമെയിൽസ്. വീട്ടിലുള്ളവരാണെങ്കിൽ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഒരു സമയമാവും ഭക്ഷണം കഴിക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഓഫീസിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും രാവിലത്തെ ഭക്ഷണമൊന്നും മിക്കവരും കഴിച്ചിട്ടല്ല പോകുന്നത്. ഇപ്പോൾ റെഗുലറായിട്ട് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കുന്നവർ വളരെ കുറവായിരിക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് അസുഖങ്ങൾ പിടിപെടും. മറ്റുള്ളവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് നേരെ ഉണ്ടാവില്ല. എല്ലാവരുടെയും ഹെൽത്ത് ശ്രദ്ധിച്ചു വരുമ്പോൾ ഫീമെയിൽസ് ആകെ വീക്ക് ആവുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഭക്ഷണത്തിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ട് സമയക്രമം തെറ്റിക്കാതെ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കാം. ഫീമെയിൽസിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു ഹോർമോൺസിൻ്റെ കലവറ തന്നെയാണ്. ഒരുപാട് ഹോർമോണൽ വേരിയേഷൻ നടക്കുന്ന ഒരു ബോഡിയാണ് ഫീമെയിൽസിൻ്റെത്. മെയിൽസിന് അത്രയൊന്നുമില്ല. ഫീമെയിൽസിന് നിങ്ങൾക്കറിയാം, ആദ്യമേ പീരീഡ്സിൻ്റെ ടൈം ആകുമ്പോൾ തുടങ്ങി ഹോർമോൺസിൻ്റെ ഒരുപാട് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ഉണ്ടാകുന്നുണ്ട്. PCOD, PCOS ഒക്കെ ഉള്ളവരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോൺസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സാധാരണ ഭക്ഷണമൊന്നും പോരാട്ടോ. അഡീഷണൽ ആയിട്ട് കുറച്ച് ഫുഡ് സ്റ്റെപ്സ് കൂടെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണ ഭക്ഷണത്തിൽ കാണുന്നത് ഫൈറ്റോ ഈസ്ട്രോജൻ ഉള്ള ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഫൈറ്റോ ഈസ്ട്രോജൻ എന്ന് പറയുമ്പോൾ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മാറാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അതിൽ പെടുന്ന കുറച്ച് ആഹാര സാധനങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത് ലിഗ്നിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കേണ്ട അത്യാവശ്യമാണ്. ഇത് മെയിനായിട്ട് ബാർലിയിൽ അടങ്ങിയിട്ടുണ്ട്, സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്, നട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ സോയാബീനിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്, ബാക്കി പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്, ബ്രോക്കോളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ലിഗ്നിൻ അടങ്ങിയിട്ടുള്ള ആഹാര സാധനം. അത് റെഗുലറായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത ഘടകമാണ് ഐസോഫ്ലേവോൺസ് എന്ന് പറയും. ഈ ഐസോഫ്ലേവോൺസ് നമ്മുടെ ഈസ്ട്രോജൻ ലെവൽ, ബോഡിയിലുള്ള ഈസ്ട്രോജൻ ലെവലിനെ, ഇപ്പോൾ ഈസ്ട്രോജൻ ലെവൽ കൂടുതലുള്ളവർക്ക് അത് കുറയ്ക്കുകയും കുറവുള്ളവർക്ക് കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈസ്ട്രോജൻ ലെവലിന് ഒരു ബാലൻസ് കൊണ്ടുവരികയാണ് ഈ ഐസോഫ്ലേവോൺസിൻ്റെ ഡ്യൂട്ടി. ഐസോഫ്ലേവോൺസ് മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾ, അതായത് പച്ച നിറത്തിലുള്ള ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട്, ബ്രോക്കോളിയിൽ അടങ്ങിയിട്ടുണ്ട്, സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്, സോയാബീനിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ റെഗുലറായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്ത സബ്സ്റ്റൻസ് ചാർക്കോൺസ് ആണ്. ചാർക്കോൺസ് മെയിനായിട്ട് ഇരിക്കുന്നത് ഇരട്ടി മധുരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ, ആപ്പിളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അടുത്ത കോമ്പൗണ്ടാണ് ട്രിറ്റർപീനോയിഡ്സ് അടങ്ങിയിരിക്കുന്നത് ഇരട്ടി മധുരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തുളസി ഉണ്ടല്ലോ, തുളസി നല്ലതാണ്. തുളസി ലീവ്സ് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്, ഹോർമോണൽ ഇംബാലൻസ് മാറാനൊക്കെ. അടുത്ത കോമ്പൗണ്ട് കൗമറിൻസ്. ഇത് അടങ്ങിയിരിക്കുന്നത് ക്യാബേജ്, സ്പിനാച്ച്, ഇരട്ടി മധുരം, ഇതിലൊക്കെ കൂടുതലായിട്ട് കൗമറിൻസ് അടങ്ങിയിട്ടുണ്ട്. അടുത്ത സബ്സ്റ്റൻസ് ആണ് അഡാപ്ട്രോജൻ അടങ്ങിയിരിക്കുന്നത് അശ്വഗന്ധയിൽ അടങ്ങിയിട്ടുണ്ട്, ശതാവേരിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഫീമെയിൽസിൻ്റെ ബ്രെയിനിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നൽകുന്ന ഒരു സംഭവം കൂടെയാണ്. ന്യൂട്രിയൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ അഡാപ്ട്രോജൻ എന്ന് പറയുന്നത്. ബ്രെയിൻ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അഡാപ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ആഹാര സാധനം കഴിക്കാവുന്നതാണ്. ശതാവേരിയുടെ വേരുണ്ടല്ലോ, അത് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫീമെയിൽസിന് വേണ്ട ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് ഇവർക്ക് അല്ലേ. മെയിനായിട്ട് വേണ്ട ന്യൂട്രിയൻ്റ് അയൺ ആണ്. ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പേഷ്യൻസിനോടൊക്കെ നിങ്ങൾ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ആഹാര സാധനം കഴിക്കാൻ പറയുമ്പോൾ അവർ ലീഫി വെജിറ്റബിൾ, ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ആഹാര സാധനം, അയൺ അടങ്ങിയിട്ടുള്ള ആഹാര സാധനം മാത്രം കഴിക്കും. അയണിനോടൊപ്പം തന്നെ വൈറ്റമിൻ സി റിച്ച് ആഹാര സാധനങ്ങൾ, ഓറഞ്ച്, മുസമ്പി, അതുപോലെ ചെറുനാരങ്ങ തുടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അയൺ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അയൺ വെറുതെ വേസ്റ്റ് ആയി പോകും. രണ്ടാമത്തെ ന്യൂട്രിയൻ്റ് ആണ് കാൽഷ്യം ബോണിൻ്റെയൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ്. റാഗിയിൽ കാൽഷ്യം ഉണ്ട്. അതുപോലെ തന്നെ പാല്, മിൽക്ക്, നല്ല ഓർഗാനിക് മിൽക്ക് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. അതിൽ നന്നായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികളിൽ നന്നായിട്ട് കാൽഷ്യം ഉണ്ട്, സീഡ്സിലുണ്ട്, ഇങ്ങനെയുള്ള നട്ട്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് റെഗുലറായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. എല്ലാത്തിലും ഏകദേശം ഒരേ കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണം റെഗുലറായിട്ട് എല്ലാം തന്നെ, ഇപ്പോൾ സീഡ്സും നട്ട്സും ഗ്രീൻ ലീഫി വെജിറ്റബിളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു ബാലൻസ് ഡയറ്റ് ആയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആണ് നിങ്ങൾക്ക്.
മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാര സാധനം എന്ന് പറഞ്ഞാൽ കൊക്കോ പൗഡറിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നട്ട്സ് ആൻഡ് സീഡ്സിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻറ്റ് വൈറ്റമിൻ ഡി ആണ്. സൺലൈറ്റ് നല്ലൊരു സോഴ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കുക. സീഡ്സ്, നട്ട്സ് ഒക്കെ നിങ്ങളുടെ റെഗുലറായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ബി വൈറ്റമിൻസ്, ഫോളൈറ്റ് തുടങ്ങിയ ന്യൂട്രിയൻസ് ഒക്കെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ പ്രൊബയോട്ടിക്സ് വളരെ ആവശ്യമാണ്. പുളിപ്പിച്ച ആഹാര സാധനങ്ങൾ, ഇഡ്ഡലി, ദോശ, ധോക്ല, അതുപോലെ എന്താ പറയുക, തൈര്, മോര്, ഇതൊക്കെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്രൊബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബാക്ടീരിയാസ് നമുക്ക് ആവശ്യമുണ്ട്. പ്രൊബയോട്ടിക്സ് റെഗുലറായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നിങ്ങൾ കുറച്ച് ഹാബിറ്റും കൂടെ നോക്കണം കേട്ടോ. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. അതായത് വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഒരുപാട് റഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല. സ്ലോ ആയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചാൽ മാത്രമേ അത് ശരീരത്തിൽ പിടിക്കുള്ളൂ. പണ്ടുള്ളവരൊക്കെ പറയത്തില്ലേ, ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ആഹാര സാധനമാണെങ്കിൽ, ഇപ്പോൾ അയൺ റിച്ച് ആഹാര സാധനം പറയും, ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അവർ ആസ്വദിച്ചൊന്നും അല്ലായിരിക്കും കഴിക്കുന്നത്, അല്ലേ? വളരെ ദേഷ്യത്തോടു കൂടെ ആയിരിക്കും, എന്തായാലും എനിക്ക് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും കഴിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് കഴിക്കുന്നതെന്നൊരു മനസ്സിലൊരു വിചാരം ഉണ്ടാക്കുക. എന്നിട്ട് നല്ല സ്ലോ ആയിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കാനായിട്ട് നോക്കുക. മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. യോഗ, മെഡിറ്റേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫീമെയിൽസ് ഏറ്റവും കൂടുതൽ അവർ സ്ട്രെസ് അനുഭവിക്കുന്നൊരു വിഭാഗമാണ് ഈ ഫീമെയിൽസ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രഷർ ഉണ്ടാവും അവരുടെ മേലിൽ, കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെയും ഒക്കെ. അപ്പോൾ എപ്പോഴും മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റിനോടൊപ്പം തന്നെ മെൻ്റൽ ഹെൽത്തും നോക്കാം. അതുപോലെ തന്നെ വർക്കൗട്ടും, എക്സസൈസ് ഒരു റുട്ടീൻ്റെ ഭാഗമാക്കി മാറ്റാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽസിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.